കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താടി വീട്ടിൽ വന്നാലും സമാധാനം കിട്ടില്ലേ? അതിന് ഞാനെന്ത് ചെയ്തു? അല്ല, രാജീവ് സാർ എവിടെ? രാജീവ് സാർ എന്താ ഇള്ളക്കുട്ടിയാണോ ഒക്കെ എടുത്തോണ്ട് വരാൻ? ഇത്തിരി സമാധാനം ആഗ്രഹിച്ചിട്ട് എങ്ങോട്ട് വന്നത്. ദയവ് ചെയ്ത് ചോദ്യം പറച്ചിലും ഒന്നും വേണ്ട. രാജീവ് സാറിന്റെ വീട്ടുകാരുടെ കാര്യം ഇനി ഇവിടെ പറയണ്ട. ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നു ആരും കരുതേം വേണ്ട. വല്യേച്ചി, വല്യേച്ചി, വല്യേച്ചി വാതിലോർക്ക്. വല്യേച്ചി, നിന്നോടല്ലേ മര്യാദയ്ക്ക് പോവാൻ പറഞ്ഞേ? അതോ ഞാൻ ഇറങ്ങി പോണോ? അമ്മേ. ആ എന്താടി? അമ്മേ, വല്യേച്ചി വന്നിട്ടുണ്ട്. ആഹാ, ശാരികയോ? അത് നന്നായി. അവളോട് ഹോട്ടലിലേക്ക് വന്നൊരു കൈ സഹായിക്കാൻ പറ. രാജിക്ക് പനിയായതുകൊണ്ട് ഇന്നില്ല. ആ, നിനക്ക് പിന്നെ പഠിക്കാനുള്ള അവധിയല്ലേ കോളേജിൽ നിന്ന് തന്നിരിക്കുന്നത്? അമ്മേ. എന്താടി? ഒരു കുഴപ്പമുണ്ട്. എന്തു കുഴപ്പം? വല്യേച്ചി തനിച്ചാ വന്നിരിക്കുന്നേ. ഓ, അതിനിപ്പോ എന്താ? നേരത്തെ അവള് തനിച്ചു വന്നിട്ടുണ്ടല്ലോ. ഇതങ്ങനെ അല്ലമ്മേ. വല്യേച്ചി അവിടുന്ന് പിണങ്ങി പോന്ന പോലെയാ. രാജീവ് സാർ എവിടെന്ന് ചോദിച്ചപ്പോ എന്നോട് ദേഷ്യപ്പെടുക ചെയ്തേ. സാറിന്റെയും വീട്ടുകാരുടെയും കാര്യം ഇനി പറയണ്ടെന്നാ പറഞ്ഞേക്കുന്നെ. വല്യേച്ചി ഇനി അങ്ങോട്ടില്ലത്രേ. ഷെടാ, ഇതെന്തൊരു പാട്. ആ, അതിങ്ങി തന്നേക്ക്. ഹോട്ടലിൽ നിന്ന് ആള് കൂടുതലാ ശാരദാമ്മേ. ആരുടെങ്കിലും സഹായം ഉണ്ടെങ്കിൽ ഞാൻ വരാം ശാന്തേ. ആ അതെ, നുള്ളീന്നും പിച്ചീന്നും പറഞ്ഞ് നിന്റെ വല്യേച്ചി ഓരോ തവണയും ആവലാതിയായിട്ട് വരുമ്പോഴേ കാവലിരുന്ന് കണ്ണീര് വീഴ്ത്താൻ എനിക്ക് സമയമില്ലെന്ന് അവളോട് പോയി പറ. അമ്മേ, പുലർച്ചെ മുതൽ പാതിര വരെ നടുവൊടിഞ്ഞ് പണിയെടുത്താലേ ഈ വീട് മുന്നോട്ട് പോകും. ഇത്തിരി ഭാരം ഒഴിയുന്നുള്ള പ്രതീക്ഷയില്ല ഓരോന്നിനെ പടിയിറക്കി വിടുന്നത്. വണ്ടിക്കാളെ പോലെ വലിക്കാൻ ഒരാളുണ്ടെന്ന് കരുതി വീണ്ടും വീണ്ടും ഭാരം എടുത്ത് എന്റെ തൊള്ളിലേക്ക് വയ്ക്കരുതെന്ന് പോയി പറഞ്ഞേക്കേ. എന്താ ശാരദാമ്മേ? ഓരോരുത്തർക്കേ ഭക്ഷണം എല്ലിന്റെ ഇടയിൽ കുത്തുന്നതിന്റെ പ്രശ്നമാ. നീ വാ ശാന്തേ, പോവാം. പ്രീതി കുഞ്ഞ് എപ്പോഴാ എത്തിയത്? 3-4 ദിവസമായി അജിതമ്മേ. വന്ന കാര്യം ആരും പറഞ്ഞു കേട്ടില്ലല്ലോ. കുഞ്ഞ് പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ലേ? ഉള്ളത് പറയാമല്ലോ. കുഞ്ഞ് ഇവിടുന്ന് പോയേ പിന്നെ ഞാനിത് വഴി പോകുമ്പോ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. ആരുടെയെങ്കിലുമൊക്കെ കയ്യിന്ന് വില പറഞ്ഞു വാങ്ങിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും അല്ലേ അജിതമ്മ ഈ തലച്ചുമടായിട്ട് കൊണ്ട് നടക്കുന്നത്. അതത്രയും വില കുറച്ച് കൊടുക്കുമെന്ന് ചോദിച്ചാൽ നടക്കുവോ?
ഈ വീട്ടിൽ ഇത്തിരി മനസാക്ഷി ഉള്ളതായിട്ട് കുഞ്ഞിനെ കണ്ടിട്ടുള്ളൂ. പഴവും പച്ചക്കറിയൊന്നും വാങ്ങണമെന്നില്ല. ഈ കത്തുന്ന വെയിലത്ത് തലച്ചുമടായിട്ട് വരുമ്പോ ഇത്തിരി ദാഹിച്ച വെള്ളം ചോദിച്ചാൽ തരുവോ? അതുമില്ല. ഇവർക്കൊക്കെ മനുഷ്യന്റെ രൂപമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല. ആട്ടെ, വസുമതി കുഞ്ഞമ്മേ സത്യാമ്മയായിട്ടുള്ള പിണക്കമൊക്കെ മാറിയോ? സത്യാമ്മയുടെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത ഈ വസുമതിക്കുണ്ടോ? വസുമതി ആരാ? ഇന്നലത്തെ മഴയ്ക്ക് കുരുത്ത തകര. അതുപോലാണോ കുടുംബ മഹിമയും പാരമ്പര്യമുള്ള സത്യാമ്മ? അജിതമ്മേ, എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ഓ, ഞാൻ കുഞ്ഞിന്റെ സമയം മെനക്കെടുത്തുന്നില്ല. 2 പൈനാപ്പിൾ വാങ്ങിച്ചു കുഞ്ഞ്. വേണ്ടമ്മേ. വിഷം അടിച്ചതൊന്നുമല്ല, നമ്മുടെ നാട്ടിലുണ്ടായതാ. ദേ നോക്ക്, നിലത്ത് വെച്ച ഈച്ച പറന്നു വന്നിരിക്കും. വിഷം അടിച്ചതാണെങ്കിൽ ഈച്ച വന്നിരിക്കുവോ? വേണ്ടമ്മേ. 3 എണ്ണം 100 രൂപയുള്ളു കുഞ്ഞ്. ഒന്ന് സഹായിക്കേ. ഇതുകൊണ്ടൊക്കെ അല്ലേ അജിതമ്മ ജീവിക്കുന്നേ? അതുകൊണ്ടല്ല അജിതമ്മേ, എനിക്ക് പൈനാപ്പിൾ കഴിച്ചൂടാ. എന്തു പറ്റി? എന്തേലും പഥ്യമുണ്ടോ? അതല്ല, എനിക്ക് ഓ, മനസ്സിലായി. ഞാനത് ശ്രദ്ധിച്ചില്ല. വിശേഷമുണ്ടോ? വസുമതി കുഞ്ഞമ്മ നല്ല ആളാ. പ്രീതി കുഞ്ഞിന് വിശേഷം ഉണ്ടായിട്ടും ഇരു ചെവി അറിയാതെ വെച്ചിരിക്കുക. കാശ് ചെലവാകുമെന്ന് പേടിച്ചിട്ടാ. പിന്നെന്താ, നിങ്ങളെ പല്ലക്കിൽ എടുത്തോണ്ട് വന്ന് നാലുകത്തറയിൽ ഇരുത്തി അമൃതയത്ത് തരണമായിരുന്നോ? പഴവും പച്ചക്കറിയല്ല, പരദൂഷണ നിങ്ങൾ ഓരോ വീട്ടിലും കൊണ്ടു നടന്ന് വിൽക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. തൽക്കാലം ഇവിടത്തെ കഥയൊന്നും ആരുടെ അടുത്തും വിളമ്പാൻ നിൽക്കണ്ട. ഇപ്പോഴിവിടെ പറഞ്ഞത് മറ്റാരുടെയെങ്കിലും നാവ് ഇന്ന് എന്റെ കാതി വീണ അജിതമ്മേ, നിങ്ങൾ ഈ നാട് വിട്ട് ഓടേണ്ടി വരും. നിങ്ങളായി നിങ്ങളുടെ പാടായി, നമ്മളില്ലേ. ഈ പാവം കുഞ്ഞിന്റെ വിധി. പത്തിന്റെ പൈസ എടുക്കാനില്ല. പഴക്കച്ചവടക്കാരിയുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ? അവരെ കൊണ്ടൊക്കെ ഓരോരുത്തർ പറഞ്ഞു പറയിപ്പിക്കുന്നതാമേ. നിക്ക്. സത്യഭാമ കുടുംബത്തിൽ പറഞ്ഞവളാണെന്നും വസുമതി ഇന്നലെ കുരുത്ത തകരയാണെന്നും പറഞ്ഞാൽ എനിക്കതൊരു പ്രശ്നമല്ല. ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു. ഇവൾ അജിതാമ്മയായിട്ട് പരദൂഷണം പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാ. പറഞ്ഞെങ്കിൽ ഇവള് സമ്മതിച്ചു തരില്ല ചിത്രേ. അമ്മയെ പോലെ തന്നെ കള്ളം പറയാൻ മിടിക്കവള്. അത് നീ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷേ നിന്റെ ഗർഭത്തിന്റെ കാര്യം വസുമതിയുടെ വീടിന്റെ നടയിൽ നിന്ന് നോട്ടീസ് അടിച്ചു കൊടുക്കണ്ട. അവര് ചോദിച്ചപ്പോ പറഞ്ഞതാ ഞാൻ. ചോദിച്ചപ്പോഴൊന്നും അല്ലമ്മേ, പൈനാപ്പിൾ കഴിക്കാൻ പറ്റില്ലെന്നും ഗർഭിണിയാണെന്നും ഇവളാ പറഞ്ഞത്. അത് നീ പറഞ്ഞോ, പക്ഷേ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് എന്റെ മകൻ അർജുന്റേതാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം. ഇതേ അവസ്ഥയിലാ ഇപ്പോഴും നീ. പഠിക്കല് നിക്കുക, അകത്തോട്ടോ പുറത്തോട്ടോന്ന് ഉറപ്പിച്ചിട്ടില്ല. നീ എന്ത് കരുതിയടി? DNA ടെസ്റ്റിന്റെ കാര്യം ഞാനങ്ങ് മറന്നു കളഞ്ഞോ? എനിക്ക് പരിചയവും വിശ്വാസവും ഉള്ള ഡോക്ടറെ കൊണ്ട് ടെസ്റ്റ് നടത്തിപ്പിക്കാനാ 4 ദിവസം കാത്തത്. അല്ലെങ്കിൽ അതിലും എന്തെങ്കിലും കള്ളക്കളി നടക്കാം. ഡോക്ടർ നാട്ടിൽ പോയിട്ട് ഇന്ന് വരുന്നല്ലേ അമ്മേ പറഞ്ഞത്? വിളിച്ചു നോക്കേ. ശരിയാണല്ലോ. നീ പോയിട്ട് എന്റെ ഫോണിങ് എടുത്തോണ്ടോ.
ഹലോ ഡോക്ടർ വസുമതിയാ. ആ പറഞ്ഞോളൂ വസുമതി. ഡോക്ടർ നാട്ടിൽ തിരിച്ചെത്തിയോ? ആ ഓൺ ദ വേ ആണ്. ഓ വന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഹോസ്പിറ്റലിൽ എപ്പോ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യും? ഉച്ച കഴിഞ്ഞ് ഞാൻ ഉണ്ടാവും വസുമതി. ഞാനൊരു DNA ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വരട്ടെ? വന്നോളൂ. ശരി ഡോക്ടർ. ഓക്കെ. ഇടി നീ വാ തുറന്ന് എന്തേലും ഒന്ന് പറയേ. വല്യേച്ചി അമ്മ എത്ര നേരായിട്ട് ചോദിക്കുന്നു, കാര്യം എന്താന്ന് വെച്ചാ പറയൂ. പെണ്ണെ ഇനി എന്റെ കയ്യിൽ നിന്നൊന്നും കൊള്ളുവേ. കാള പോലെ വളർന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഒരെണ്ണം തന്നാലുണ്ടല്ലോ. ശ്യാമേ, ശ്യാമേ, ശ്യാം. അച്ഛാ അച്ഛാ പിണക്കൊന്നുമില്ലല്ലോ അച്ഛൻ എന്നോട്? ഒരച്ഛൻ എങ്ങനെ മക്കളോട് പിണങ്ങ? മനുഷ്യനായി ജീവിച്ചു തുടങ്ങിയിരിക്കുക ഞാനിപ്പോ. ഞാൻ ഇതുവഴി പോയപ്പോ ഒന്ന് കേറിയെന്നേ ഉള്ളു ശാരദേ. വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു പോകാന്ന് കരുതി. നന്നായി. അങ്ങനെയെങ്കിലും ഇവളുടെ വായൊന്ന് തുറന്നു കിട്ടിയല്ലോ. എന്തു പറ്റിയോക്ക്? ഇന്നലെ ഇവിടെ ഒരു ദാമ്പത്യ പൂജ ഉണ്ടായിരുന്നു. ശാരിക്കും ശാലിനിക്കും ഭർത്താക്കന്മാരോടൊപ്പം പൂജ നടത്തി. വിളിക്കാൻ പറ്റിയില്ല. സാരമില്ല, വിളിച്ചാലും വരാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് രാജീവ് പോയി. ഇവള് കുറച്ചു സമയം കഴിഞ്ഞ് അങ്ങോട്ട് പോയത്. ഇന്ന് രാവിലെ മുഖവും വീർപ്പിച്ചോണ്ട് കയറി വന്നിരിക്കുന്നു. ഇനി അങ്ങോട്ട് തിരിച്ചു പോയില്ലെന്നാ പറയുന്നത്. കാരണം ചോദിച്ചിട്ടാണ് ഒട്ട് പറയുന്നുമില്ല. എന്താ മോളെ? മോൾ അച്ഛനോട് പറ. എനിക്ക് അങ്ങോട്ട് പോണ്ട അച്ഛാ. അതെന്താ? രാജീവുമായി വഴക്കുണ്ടായോ? ഇല്ല. പിന്നെ വിജയലക്ഷ്മി കൃഷ്ണകുട്ടി വല്ലതും പറഞ്ഞോ? ഇല്ല. പിന്നെന്താ കാര്യം പറയും മോളെ. ഞാൻ രാജീവ് സാറിനെ പറ്റിയ പെണ്ണല്ല അച്ഛാ. സാറ് വേറെ കല്യാണം കഴിച്ചോട്ടെ. ഇവളെ കൊണ്ട് തോറ്റല്ലോ. പെണ്ണെ ഞാനൊന്ന് വച്ചു തന്നുണ്ടല്ലോ. ശാരദേ, നീ ഉണ്ടായിരിക്കും. ഞാൻ ചോദിക്കാം. മോള് രാജീവ് സാറിന് പറ്റിയ പെണ്ണല്ല. സാറ് വേറെ കല്യാണം കഴിക്കട്ടെ. മോളിനി അങ്ങോട്ട് പോവേം വേണ്ട. പക്ഷേ മോക്കിപ്പോ അങ്ങനെ തോന്നാനുണ്ടായ കാരണം എന്താന്ന് പറയ്. ഞാൻ ഇന്നലെ അവിടെ ചെന്നപ്പോ രാജീവ് സാറിന് വേറെ കല്യാണാലോചന നടക്കുമായിരുന്നു അച്ഛാ. വേറെ കല്യാണാലോചനയോ? അതെങ്ങനെ നടക്കും?
ശാരദ ഒന്ന് ക്ഷമിക്കേ, ഞാൻ ചോദിച്ചു മനസ്സിലാക്കാം. വേറെ കല്യാണാലോചന എന്ന് പറഞ്ഞ മോള് വിശദമായിട്ട് പറയ്. പെണ്ണിന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു രാജസ്ഥാന്റെ വീട്ടില്. അവര് തമിഴ്നാട്ടുകാരാ. തക്കലയില് വലിയ ജുവലറിയൊക്കെ ഉള്ള കൂട്ടരാ. എന്നിട്ട് കല്യാണാലോചനയുടെ നടുവിലേക്കാ ഞാൻ ചെന്ന് കയറിയത്. ആ സമയത്ത് അമ്മയും അമ്മാവനും എന്നെ അവിടെ പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നു. രാജീവ് ഉണ്ടായിരുന്നോ അവിടെ? ഉണ്ടായിരുന്നു. എന്നിട്ട് അവനെന്താ ചെയ്തത്? ഈ നിൽക്കുന്നത് എന്റെ ഭാര്യയെന്നും എനിക്കിനി വേറെ കല്യാണത്തിന്റെ ആവശ്യമില്ലെന്നും എന്നെ ചേർത്ത് പിടിച്ചു നിർത്തി പറഞ്ഞു. അതോടെ അവരിറങ്ങിപ്പോയി. ഇത്രയുള്ളോ കാര്യം? ഇതിനാണോ മോളിനെ അങ്ങോട്ട് പോവില്ലെന്നും സാറ് വേറെ കല്യാണം കഴിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞത്? ശരിയാവില്ല അച്ഛാ. ഞാൻ രാജീവ് സാറിനെ പറ്റിയ ആളല്ലാത്തത് കൊണ്ടല്ലേ അവര് വേറെ പെണ്ണാലോചിച്ചത്. അങ്ങനൊരു കുറ്റം പേറി മരണം വരെ ജീവിക്കാൻ വയ്യ. ആ കല്യാണാലോചനയ്ക്ക് ശേഷം സാർ എന്നെ സ്നേഹത്തോടെ നോക്കുമ്പോഴും അതൊരു ഔദാര്യമായിട്ട് എനിക്ക് തോന്നുന്നേ. മോളെ, നീ രാജീവിന് പറ്റിയ പെണ്ണാണോന്ന് തീരുമാനിക്കേണ്ടത് ആരാ? ഞാനോ ശാരദയോ കൃഷ്ണൻകുട്ടിയോ വിജയലക്ഷ്മിയോ ആണോ? അത് രാജീവ് ഒറ്റയാള് മാത്രമാ. രാജീവിന് ചേർന്ന പെണ്ണ് നീയാണെന്ന് ഈ ലോകം മുഴുവൻ പറഞ്ഞാലും അത് അവൻ അംഗീകരിക്കണമെന്നില്ല. അല്ലാന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ. അത് അവന് തന്നെ തോന്നേണ്ട കാര്യമാണ്. അവന്റെ അറിവോടെയാ ഈ ആലോചന നടന്നെങ്കിൽ നിന്നെ ഭാര്യ എന്ന് പറഞ്ഞ് അവൻ പരിചയപ്പെടുത്തുവോ? അമ്മയെ അമ്മാവനൊക്കെ പറഞ്ഞത് തട്ടിയിട്ട് ഇതാ എന്റെ പെണ്ണ്, എനിക്കിവളെ മാത്രം മതിയെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാനുള്ള ഒരു പുരുഷന്റെ കൈ. അതാ മോളെ ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സ്വത്ത്, ഏറ്റവും വലിയ ബലം. ഏത് കൊടുങ്കാറ്റിന്നും പേമാരിന്നും കാത്തോളും നിന്നെ കൈ. ജീവിതത്തിൽ ഒരു തീരുമാനം തെറ്റിയാൽ മതി മോളെ, മൊത്തം താളപ്പിഴകൾ വന്ന് നിറയാൻ. മടിത്തെറുപ്പിലിരിക്കുമ്പോ മാണിക്യത്തിന്റെ വില അറിയില്ല. കളഞ്ഞു കുളിച്ചാ പിന്നെ അത് തിരിച്ചു കിട്ടണമെന്നില്ല. അച്ഛന്റെ വിധി മോൾക്കുണ്ടാവരുത്. ഞാൻ ചെയ്തത് തെറ്റായ അച്ഛാ. ചെറിയൊരു തെറ്റ്. കരയണ്ട. മോൾ ഇങ്ങോട്ട് പോകുന്ന കാര്യം രാജീവ് അറിഞ്ഞോ? ഇല്ല, സാർ കോളേജിൽ പോയി കഴിഞ്ഞു ഞാനിങ്ങോട്ട് വന്നത്. വിജയലക്ഷ്മിയും കൃഷ്ണൻകുട്ടിയോ? അവരോടൊന്നും പറഞ്ഞില്ല. മോൾ അവരോട് മുഷിഞ്ഞ് സംസാരിക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. എന്നാ ഈ അബദ്ധം മറ്റാരും അറിയാതെ നമുക്ക് പരിഹരിക്കാം. മോളൊരുങ്ങിക്കോ, അച്ഛൻ കൊണ്ടുപോയി ആക്കാം രാജീവിന്റെ വീട്ടിൽ. അച്ഛനോ? അച്ഛൻ തന്നെ. മോളുടെ വീടൊന്ന് കാണാമല്ലോ അച്ഛന്. പിന്നെ ശാരികയ്ക്ക് ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് ഒരു തോന്നലുണ്ടാവട്ടെ വിജയലക്ഷ്മിക്കും കൃഷ്ണൻകുട്ടിക്കും. അച്ഛാ, അച്ഛാ